വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാമെന്ന് വിചാരിച്ചു. സോ ഞാനങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കരാമയിലേക്കാണ് പോകുന്നത്. എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് ഞാൻ എവിടെ താമസിക്കുന്നത് എന്നുള്ളത്. ഞാൻ ഷാർജയാണ് താമസിക്കുന്നത്. സോ എന്നെ കൂട്ടിയിട്ട് കരാമയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാരണം ദൂരം ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ്. അങ്ങനെ ആദ്യം ഷൂട്ട് ഉണ്ടായിരുന്നത് നമ്മുടെ ഒരു ഗോൾഡ് ഷോപ്പിലായിരുന്നു. അത് കഴിഞ്ഞ് നേരെ നമ്മൾ പോകുന്നത് ഒരു ഡ്രസ്സിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പിലോട്ടാണ്. സോ അതിൻ്റെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഞാനൊന്ന് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ചൂട് കാരണം ഞാനൊന്ന് ഫ്രണ്ടിലിരുന്നു. നോർമലി ഞാൻ ബാക്കിലാണ് ഇരിക്കാറ്, കാരണം നല്ല ചൂട് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ നല്ല ചൂടെടുത്തതുകൊണ്ട് ഞാൻ ഫ്രണ്ടിലിരുന്നു, കുറച്ചുകൂടെ കാറ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്. ബാക്കിലോട്ട് എത്തുന്നത് കുറച്ച് താമസിച്ചിട്ടാണ്, അതുകൊണ്ട് മാത്രം. ഇത് അവരൊക്കെ ബാക്കിലിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെ അങ്ങനെ എത്തി. അടുത്ത ഷൂട്ട് എന്ന് പറയുന്നത് ഒരു ഫുഡിൻ്റെ ആയിരുന്നു, ഒരു ബിരിയാണീൻ്റെ ആയിരുന്നു കേട്ടോ. മട്ടൻ ബിരിയാണി അങ്ങനെ എന്തൊക്കെയോ വരുന്നു. അതൊക്കെ ഓൾറെഡി വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിൻ്റെ പോസ്റ്റ് ചെയ്തിട്ടില്ല, ഉടനെ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഇങ്ങനെ വിശക്കുന്നുണ്ട്. മട്ടനാണ് അടയിലോട്ട് തന്നെ ഹബീബി മട്ടൻ, ഒരു ഒന്നൊന്നര മട്ടനാണ്. അത് കിട്ടൂല എനക്ക്, മയക്കുണ്ടാവില്ല. മതിയാ? അത് ചിക്കൻ ഉണ്ട്. അതെ, കുറെ പാളിച്ചകൾക്കിടയിൽ. അപ്പൊ നമ്മള് ഫുഡിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കേൾക്കുന്നുണ്ടോ? ഫുഡ് നമ്മള് അടിപൊളി മട്ടൻ ബിരിയാണി എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമ്മുടെ ഇന്റർനാഷണൽ സിറ്റിയില്. കുഞ്ഞുമോനെ, ഇന്റർനാഷണൽ സിറ്റിയിൽ നിങ്ങൾ അമീദ് ഖാന്റെ ബിരിയാണി കഴിച്ചില്ലെങ്കിൽ നടത്താനിട്ടത്. മട്ടൻ ഉണ്ട്, ചിക്കൻ ഉണ്ട്, ബീഫ് ഉണ്ട്, ഫിഷ് ഉണ്ട്. രാവിലെ ഒരു സ്വർണത്തിന്റെ ഉണ്ടായിരുന്നു, ഉച്ചയ്ക്ക് ഒരു ഡ്രസ്സിന്റെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഫുഡിന്റെ വന്നു. ഇന്ന് ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കലഹം. ഇതിനോടൊപ്പം പപ്പടേ ചിക്കൻ തരി പീസാണോ? കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ എനിക്കിങ്ങനെ ഈ ഫുഡ് കാണുമ്പോൾ ഒരു ഇതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഷൂട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ കഴിക്കാൻ തോന്നുന്നില്ല, വിശപ്പില്ല. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു കണ്ട് മടുക്കാന്നൊക്കെ പറയില്ല, അങ്ങനെയാണ്. ഇപ്പോൾ ഫുഡിനോടൊന്നും വലിയ താല്പര്യമില്ല, കാണുമ്പോഴുള്ളൊരിത് മാത്രമേ ഉണ്ടാവുള്ളൂ. എനിക്കെപ്പോഴും കൂടുതൽ ഇപ്പം അങ്ങനെയാണ്. നല്ല ഫുഡായിരുന്നു. നല്ല ചിക്കൻ ബിരിയാണിയാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയോ എന്നോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവരും കഴിക്കുന്നുണ്ട്. തിരിച്ച് ഞങ്ങൾ എന്നെ ആക്കി തരാൻ വേണ്ടി വരുന്നുണ്ട്, കാരണം ഞാൻ ഷാർജയിലാണ്. ഞാൻ തിരിച്ച് റൂമിലെത്തി. ഇപ്പം വന്ന് കയറിയിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഫുഡ് കഴിച്ചിട്ടാണ് വന്നത്, അതുകൊണ്ട് എനിക്ക് വിശപ്പില്ല. പിന്നെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു ജ്യൂസ് ജാർ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇച്ചിരി ഹണിയും പഴവും ഒക്കെ ഇട്ടിട്ടൊരു സംഭവം സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് കുടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ നമുക്ക് എന്താണെന്നുള്ളത് ഇനി കാണാം. അപ്പോൾ ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ, കാരണം വന്നതല്ലേ ഉള്ളൂ. എൻ്റെ കുറ്റുമണി ഇവിടെ ഇരിക്കുന്നുണ്ട്. ുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ എൻ്റെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ